നമസ്കാരം. ദൈവത്തെപ്പോലും കൊള്ളയടിച്ചില്ലേ എന്ന് സുപ്രീം കോടതി ആരോടെങ്കിലും ചോദിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ അടുത്ത കാലത്ത് CPMൻ്റെ നേതാക്കളാണ്. നമുക്കറിയാം. കാരണം ഇവരെന്ത് മാർഗത്തിലും കൊള്ളയടിക്കും. പൊതുപ്പണം കൈയിട്ട് വാരാൻ കിട്ടുന്ന ഒരവസരവും സഖാക്കൾ പാഴാക്കാറില്ല. അത് പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് മുതൽ ഏതിലും. ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരം ചൂഷണത്തിന് ഇരയായിട്ടുള്ളത് സാക്ഷാൽ ശബരിമല ശ്രീധർമ്മശാസ്താവാണ്. അയ്യപ്പനെ ഇങ്ങനെ വിറ്റ് തിന്നാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. കാരണം ഇവരാരും ഈശ്വരവിശ്വാസികളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം എന്ന് പറയുന്നത് അവർക്ക് കൈയിട്ട് വാരി പുട്ടടിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ തട്ടിപ്പിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പം വ്യക്തമാകുന്നത്. ഈ പരിപാടിക്ക് മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ അയ്യപ്പ സംഗമം അയ്യപ്പൻ്റെ പേരിൽ CPMന് തെരഞ്ഞെടുപ്പ് പിരിവ് നടത്താനാണ് എന്ന്. ലോക കേരള സഭയുടെ വേറൊരു വെർഷൻ മാത്രമാണ് ഇത് എന്ന്. അതിപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 6.5 കോടിയോ 10 കോടിയോ ഒക്കെ ചിലവായി എന്ന് പറയുന്ന, അങ്ങനെ ചിലവാക്കി നടപ്പിലാക്കിയ പരിപാടിയിൽ വരവെത്രയാ ചിലവെത്രയാ ഒന്നിനും കണക്കില്ലാത്ത സ്ഥിതിയാണിപ്പോൾ. ദേവസ്വം ഫണ്ടിൽ നിന്നടക്കം പണം ചിലവാക്കി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കാണിക്കയിടുന്ന പണമടക്കം എടുത്താണ് സഖാക്കൾ ഉല്ലസിച്ചത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്നുള്ള CPMൻ്റെ B ടീം, CPMൻ്റെ ഫണ്ടിങ് സോഴ്സാണ്. ആ സ്ഥാപനത്തിനാണ് കോടികൾ വാരിക്കോരി കൊടുത്തത്. ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിൻ്റെ സഹസ്ഥാപനത്തിന് മുഴുവൻ കരാർ നൽകി. ആഗോള സംഗമത്തിനെത്തിയ ആളുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച് ഉല്ലസിച്ചത് ദേവസ്വം ബോർഡിൻ്റെ പണം ഉപയോഗിച്ചാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മാലയിട്ട് വ്രതമെടുത്ത് വരുന്ന ഭക്തർക്ക് കുടിവെള്ളം പോലും നൽകാത്ത ആളുകളാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കാൻ ലോകം മുഴുവനുള്ള ഭക്തർ എന്ന് പറയുന്ന ആളുകൾ എത്തിച്ചത്. ഏതെങ്കിലും അയ്യപ്പ ഭക്തൻ അയ്യപ്പനെ തൊഴാൻ വന്നിട്ട്, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ കാര്യത്തിന് വേണ്ടി വന്നിട്ട് മൂന്നാറിലും കുമരകത്തെയും പഞ്ചനക്ഷത്ര ബാർ ഹോട്ടലുകളിൽ താമസിക്കും. ഈ പറഞ്ഞ പഞ്ചനക്ഷത്ര ഭക്തർ 3/4 കോടിയുടെ സമ്മാനവും വാങ്ങിയിട്ടാണ് പോയത് എന്നാണ് കണക്ക് പറയുന്നത്. 150 കിടക്ക വാങ്ങി എന്ന് പറയുന്നു. ഇപ്പോൾ 50 എണ്ണം കാണാനില്ല. ഇതിൽ ഒരു പ്രത്യേക കിടക്കയ്ക്ക് തലയണക്ക് മാത്രം 1 ലക്ഷം രൂപയ്ക്ക് അടുത്തായിട്ടുണ്ടെന്ന് പറയുന്നു. ഈ 1 ലക്ഷം രൂപയുടെ ബെഡിൽ കിടന്നത് നമ്മുടെ കാരണഭൂതനല്ലാതെ മറ്റാരും ആവില്ല. അദ്ദേഹത്തിന് ഒരു രാത്രി കിടന്നുറങ്ങാൻ നമ്മുടെ കാശിൽ നിന്ന് 1 ലക്ഷം രൂപ. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് സനാതനധർമ്മം വൈറസാണ് എന്ന് പ്രസംഗിക്കും. മാത്രമല്ല ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് 1.5 കോടി ചിലവാക്കി. എന്താണ് ഈ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്ന് മനസ്സിലായോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ സംഗമത്തിൻ്റെ പേരിൽ ശ്രീമാൻ പിണറായി വിജയൻ്റെയും ശ്രീവാസവൻ്റെയും ചിരിച്ചു നിൽക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ വെച്ചു. അതിനാണ് 1.5 കോടി ചിലവഴിച്ചത്. ഇതിൻ്റെ സ്പോൺസർമാരിലൊന്ന് കേരള ബാങ്കാണ്. എന്തിനാണ് സാധാരണ മനുഷ്യൻ അവരുടെ അധ്വാനത്തിൻ്റെ നിന്ന് മിച്ചം വെക്കുന്ന പണം നിക്ഷേപിക്കുന്ന കേരള ബാങ്ക് ഈ തട്ടിപ്പിൻ്റെ സ്പോൺസർമാരായത് എന്നെനിക്കറിയില്ല. ഒരു ഭജനയുടെ കണക്ക് കണ്ട് കേരളം ശരിക്കും ഞെട്ടി. അപ്പോഴാണ് ആ ഭജന സംഘം അവിടെ പോയിട്ടേയില്ല എന്നുള്ള വസ്തുത പുറത്തു വരുന്നത്. അപ്പോൾ നമ്മൾ ഊഹിച്ചത് വളരെ ശരിയായി. അയ്യപ്പൻ്റെ ശ്രീകോവിൽ കൊള്ളയടിച്ചതിന് പുറമെ അയ്യപ്പൻ്റെ പടം വെച്ച് തീവട്ടി കൊള്ളയും നടത്തി. അയ്യപ്പ ഭക്തരെന്നുള്ള നിലയിൽ 2-3 കാര്യങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് അറിയണം എന്നാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തരെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ സംഗമത്തിനെത്തിയ ഭക്തർ എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ മുഴുവൻ പേരും വിശദാംശങ്ങളും പുറത്തുവിടണം. ആരൊക്കെയാണ് ഈ അയ്യപ്പ ഭക്തർ? 2, 1.25 ലക്ഷം രൂപയ്ക്ക് ബെഡും തലയണയും വാങ്ങിയിട്ട മുറിയിൽ താമസിച്ച ആളുടെ വിശദാംശങ്ങൾ പുറത്തുവിടണം. 3,
എങ്ങനെയാണ് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ ഈ പരിപാടിക്ക് വന്ന ആളുകൾക്ക് മുറി ബുക്ക് ചെയ്തത് എന്ന് വ്യക്തമാക്കണം. കാരണം ഇത് സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല എന്ന് പറഞ്ഞതാണ്. 4, പ്രതിനിധികൾക്ക് നൽകിയ സമ്മാനത്തിൽ ഉൾപ്പെട്ട അരവണ, അപ്പം, നെയ്യ്, ചന്ദനം ഇതിൻ്റെയൊക്കെ മൂല്യം കണക്കാക്കി അതെത്രയാണെന്നും കൂടി വ്യക്തമാക്കണം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യം മുഴുവനുള്ള അയ്യപ്പ ഭക്തർ. നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.